രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അബ്ദുൽ കലാം എന്ന കൊച്ചുകുട്ടിക്ക് ചെറുപ്പം മുതലേ പറക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ആകാശം എന്നും അദ്ദേഹത്തെ ആകർഷിച്ചു. അതെ, നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം. വലുതാകുമ്പോൾ ഒരു പൈലറ്റ് ആകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കഠിനാധ്വാനിയായിരുന്ന അദ്ദേഹം പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എഞ്ചിനീയറിംഗ് ബിരുദം നേടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൈലറ്റ് ആകുക എന്നായിരുന്നു. പൈലറ്റ് ആകാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റ് സെലക്ഷൻ റൗണ്ടിൽ പങ്കെടുത്തു. എന്നാൽ ആ പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആകെ 8 പേരെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. കലാം 9ാം സ്ഥാനത്തായി പോയി. ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ അദ്ദേഹത്തിന് വലിയൊരു നിരാശയായിരുന്നു അത്. താൻ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം കരുതി. ഈ നിരാശയിൽ നിന്നും മോചിതനാകാൻ അദ്ദേഹം ഋഷികേശിലുള്ള സ്വാമി ശിവാനന്ദനെ കാണാൻ പോയി. സ്വാമി ശിവാനന്ദൻ കലാമിനോട് പറഞ്ഞു, നിന്റെ വിധി നീ ആഗ്രഹിച്ചതല്ലായിരിക്കാം, പക്ഷേ നിനക്കായി വലിയൊരു ദൗത്യം കാത്തിരിക്കുന്നുണ്ട്. ഈ പരാജയം നിന്റെ ഭാവിക്കുള്ളൊരു വഴികാട്ടിയാണ്. ഈ വാക്കുകൾ കലാമിന് വലിയ ആശ്വാസമായി. അതോടെ അദ്ദേഹം തൻ്റെ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ച് തനിക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. പിന്നീട് അദ്ദേഹം പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനത്തിലും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലും ചേർന്ന് പ്രവർത്തിച്ചു. അവിടെ വെച്ച് ഇന്ത്യൻ മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകൾക്ക് പിന്നിൽ കലാമിൻ്റെ അശാന്തര പരിശ്രമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. താൻ സ്വപ്നം കണ്ട പൈലറ്റ് എന്നതിലുപരി ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിൽ പോലും അദ്ദേഹം എത്തിച്ചേർന്നു. ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് എന്നും ഒരു പ്രചോദനമാണ് APJ അബ്ദുൽ കലാം. ഈ കഥ നൽകുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നിരാശ തോന്നിയേക്കാം. പക്ഷേ ആ പരാജയങ്ങളെ പുതിയ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്നതിനുള്ളത് APJ അബ്ദുൽ കലാം ഒരു ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാവണം, പക്ഷേ അവ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരം പ്രയത്നിക്കുകയും പ്രതിബന്ധങ്ങളെ നേരിടാൻ പഠിക്കുകയും ചെയ്യണം.